ഹായ് ഓൾ, നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ള യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നിയേക്കാം ഇവർക്ക് നല്ല ഏണിങ്സ് ഉണ്ട്. അപ്പോൾ അവർ കാറ് വാങ്ങുന്നു, അവർ വലിയ വീട് വെക്കുന്നു, അവർ പിന്നെ പുറത്തൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കായാലും തോന്നിപ്പോവും നമ്മൾക്കും ഒരു യൂട്യൂബേഴ്സ് ആവാം. അപ്പോൾ നമ്മുടെ ജോലിയും കാര്യമില്ല നമ്മൾക്ക് ഒഴിവാക്കാം. നമ്മൾക്ക് പഠിപ്പോ കാര്യമോ ഒന്നും വേണ്ട, നമ്മുടെ ബിസിനസ് ഒന്നും വേണ്ട. നമ്മൾ മൊത്തത്തിൽ യൂട്യൂബിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ധാരണയിൽ പല ആൾക്കാരുടെ മൈൻഡിലും ഇങ്ങനെയുള്ളൊരു തോട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും യൂട്യൂബിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒരിക്കലും ഒഴിവാക്കരുത്. നിങ്ങൾക്ക് ഒഴിവാക്കാം, അത് ഏത് ഘട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നിങ്ങൾ ജോലിയിലാണോ അല്ലെങ്കിൽ ബിസിനസ്സിലാണോ, നിങ്ങൾക്ക് പെർ മന്ത് എത്ര നിങ്ങളുടെ എമൗണ്ട് വരുന്നത്, നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരുന്നത്, ശമ്പളം വരുന്നത്, ആവറേജ് നിങ്ങൾക്ക് മന്ത്ലി ജീവിക്കേണ്ട വരുമാനം എത്രത്തോളം വേണം, ആ വരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് 6 മാസത്തോളം പെർമനൻ്റ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് അതേ ലെവലിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, 6 മാസത്തോളം നിങ്ങൾക്ക് അതേ പെർമനൻ്റ് എമൗണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അതേ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് സമ്പാദിച്ചിട്ട് കുറച്ച് എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്നെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കടക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സ്വന്തമായിട്ടൊരു ഏതെങ്കിലും ഒരു സ്ഥാപനം എടുക്കുക. നമ്മളെ യൂട്യൂബിൽ ഏണിങ്സിനെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് വരുമാനം വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾക്ക് മാസത്തിൽ നമ്മളുടെ ജോലിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടായിരുന്നു, അതേ രീതിയിൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. അതായത് ജോലി ഒഴിവാക്കിയിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് കയറി ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ചാൻസ് നമ്മളുടെ യൂട്യൂബ് ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അഥവാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് സ്ട്രൈക്ക് വന്ന് ഇങ്ങനെയുള്ള വല്ല വാണിംഗ് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നത് ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മുടെ ജോലി ഒഴിവാക്കിയിട്ട് യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വരുമാനമില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ മൊത്തത്തിൽ 0 ആവും. മനസ്സിലായോ? ഇനി സ്ട്രൈക്കോ ഹാക്കോ വരണമെന്നില്ല, ഒരു സുനാമി പോലുള്ള ഒരു സാധനം വന്നാൽ മതി. അന്ന് സുനാമി വന്ന സമയത്ത് പല ആൾക്കാർക്കും യൂട്യൂബിൽ വരുമാനം ഡൗൺ ആയിട്ട് മൊത്തത്തിൽ ആകെ ഡിപ്രഷനിലായിട്ടുണ്ടായിരുന്നു യൂട്യൂബേഴ്സ്. അപ്പം അതുപോലെ തന്നെ ഇനി ബൈ ചാൻസ് വലിയ ലോകമഹായുദ്ധമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഒന്നും സംഭവിക്കാമല്ലോ. അപ്പോൾ നമ്മളൊരു മുൻകരുതൽ എപ്പോഴും വേണം. അപ്പോൾ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾക്ക് ഈ യൂട്യൂബിൽ ഏണിങ്സ് നമ്മൾക്ക് നിന്നാലും നമ്മൾക്ക് വരുമാനം, അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ആ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരിക്കലും നിങ്ങളുടെ ജോലി ഒഴിവാക്കിയിട്ട് യൂട്യൂബിലേക്ക് കയറരുത്. ഓക്കെ. അപ്പോൾ പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസം അത്യാവശ്യം നമ്മൾക്ക് മനുഷ്യന് വേണ്ടുന്ന വിദ്യാഭ്യാസം ഒരു +2 വരെങ്കിലും അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് വേണം. കാരണം വെച്ചാൽ ഇപ്പോഴും നമ്മളുടെ ചുറ്റുവട്ടത്ത് ഗൂഗിൾ പേയിൽ ക്യാഷ് സെൻഡ് ചെയ്യാൻ അറിയാത്തവർ ഒരുപാടുണ്ട്. അത്യാവശ്യം ഫോണൊക്കെ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറിയൊരു നോളജൊക്കെ വേണം. അപ്പം വിദ്യാഭ്യാസം ഇല്ലാണ്ട് നമ്മൾ യൂട്യൂബിലേക്ക് കയറിയിട്ട് കാര്യമില്ല. അപ്പം അത്യാവശ്യം നോർമലായിട്ടുള്ള ആവറേജ് വിദ്യാഭ്യാസം കൂടി വേണം. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇറങ്ങേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു മോട്ടിവേറ്റ് നിങ്ങൾക്ക് തരാം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. അപ്പോൾ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.